എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിൽ 8 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ദേവന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ടതൊക്കെ നൽകണ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത്. ഇന്ദ്രന് സോമലതയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്തു എന്ന് പറഞ്ഞു. ബാക്കി എന്തൊക്കെയാണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം. ആദ്യം 8-ാമത്തെ ശ്ലോകം നോക്കാം. ആഹ്വയാം ചക്രിരേ തത്ര ചക്രാദീൻ വിബുധോത്തമാൻ ഋഷ്യശൃംഗാദയോ മന്ത്രൈഃ ശിക്ഷാക്ഷരസമന്വിതൈഃ. 9ഉം 10ഉം കൂടി കൂട്ടിയിട്ട് നമുക്കത് ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ഗീതിഭിർമധുരൈ സ്നിഗ്ധൈർ മന്ത്രാഹ്വാനൈര്യഥാർഹത ഹോതാരോദുരാവാഹ്യ ഹവിർഭാഗാൻ ദിവൗകസാം ന ചാഹൃതമഭൂത്തത്ര സ്ഖലിതം വാ ന കിഞ്ചന ദൃശ്യതേ ബ്രഹ്മവത്സർവം ക്ഷേമയുക്തം ഹി ചക്രിരേ. ഈ 3 ശ്ലോകങ്ങളിലും കൂടിയിട്ട് ഒരുമിച്ചാണ് അർത്ഥം പറയാൻ പറ്റുക. ആ സമയത്ത്, അതായത് 3 നേരങ്ങളിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഋഷ്യശൃംഗൻ മുതലായിട്ടുള്ള ഋഷ്യശൃംഗനെ പോലെയുള്ള മറ്റ് ബ്രാഹ്മണരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഋഷ്യശൃംഗാദയ ശിക്ഷാക്ഷര സമന്വിതൈഹി മന്ത്രൈഹി. ശിക്ഷ അക്ഷര സമന്വിതം, അതായത് വേണ്ടതുപോലെ ഉച്ചാരണത്തോടു കൂടി, അതാണ് ശിക്ഷ. അത് വേദാംഗമായിട്ട് കണക്കാക്കുന്നത്. ഉച്ചാരണത്തിൽ യാതൊരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. വേണ്ടതുപോലെ ഉച്ചരിച്ചാലേ മന്ത്രങ്ങളുടെ അർത്ഥം ഫലിക്കുള്ളൂ. അപ്പോൾ ശിക്ഷാക്ഷര സമന്വിതം, വേണ്ടതുപോലെ കൃത്യമായ സ്ഥാനങ്ങളാൽ ഉച്ചരിക്കപ്പെട്ട അക്ഷരങ്ങളോടുകൂടിയ മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ ഉച്ചരിച്ചപ്പോൾ എന്താണ്ടായത്? ആ മന്ത്രങ്ങളിലൂടെ ആരെയാണ് വിളിച്ചത്? ശക്രാദീൻ വിബുധോത്തമാൻ തത്ര ആഹ്വയാം ചക്രിരേ. ശക്രൻ മുതലായിട്ടുള്ള എല്ലാ ദേവന്മാരെയും, പ്രധാനപ്പെട്ട ദേവന്മാരെ എല്ലാവരെയും ആഹ്വയാം ചക്രിരേ, ആ യാഗവേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഋഷ്യശൃംഗൻ തുടങ്ങിയിട്ടുള്ള ഋഷീശ്വരന്മാരെല്ലാവരും ഈ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരെയൊക്കെ യാഗത്തിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു, മന്ത്രങ്ങളെ കൊണ്ട് ക്ഷണിച്ചു. ആ മന്ത്രങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് 9-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയണത്. ഗീതിഭിർമധുരൈ സ്നിഗ്ധൈ മന്ത്രാഹ്വാനൈർ യഥാർഹത. ഈ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ വിശേഷണങ്ങൾ കൊടുത്തിട്ടാണ് അവരെ ക്ഷണിക്കുന്നത്. അതാണ് യഥാർഹത എന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെയും അർഹതയ്ക്കനുസരിച്ച് മധുരൈഹി സ്നിഗ്ധൈഹി ഗീതിഭിഹി, അല്ലെങ്കിൽ മധുരൈഹി സ്നിഗ്ധൈഹി മന്ത്രാഹ്വാനൈഹി ഗീതിഭിഹി. നല്ല പാട്ടുപോലെയുള്ള മന്ത്രങ്ങൾ, വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള മന്ത്രങ്ങളാകുന്ന ആഹ്വാനങ്ങളെ കൊണ്ട്, മന്ത്രങ്ങളാകുന്ന ക്ഷണം, ആ ക്ഷണപത്രികകൾ മന്ത്രരൂപത്തിലാണ് ക്ഷണം. അങ്ങനെ ആ ക്ഷണങ്ങളെ കൊണ്ട് അവർക്ക് ഉചിതമായിട്ടുള്ള അർഹതപ്പെട്ടതായ വിശേഷണങ്ങളും നല്ല വാക്കുകളും ചേർത്തിട്ട് എല്ലാ ദേവന്മാരെ, ഇന്ദ്രാദി ദേവന്മാരെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ചെയ്തത്. ആരാ ക്ഷണിച്ചതെന്ന് ഒന്നുകൂടി എടുത്ത് പറയാണ്. ഹോതാരോ ദദുരാവാഹ്യ ഹവിർഭാഗാൻ ദിവൗകസാം. ഓരോ ദേവന്മാർക്കും ഉള്ളതായിട്ടുള്ള ഹവിസ് ആ അഗ്നിയിൽ അർപ്പിക്കുകയും ചെയ്തു. യാഗത്തിൽ വേദി ഒരുക്കിയിട്ടുണ്ടാവും. ആ വേദിയിൽ ഒരുക്കിയിരിക്കുന്നതായ അഗ്നിയിലേക്ക് എല്ലാ ദേവന്മാരെയും ആലോചിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് അവർക്കുള്ളതായ ഹവിസ് അർപ്പിക്കുകയും ചെയ്തു. ആ ഹവിസ് അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല മധുരമായിട്ടുള്ള മന്ത്ര ആലാപനവും ഉണ്ടായിരുന്നു. അതാണ് ഗീതിഭിർ മധുരൈഹി സ്നിഗ്ധൈഹി മന്ത്രാഹ്വാനൈഹി. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ദേവന്മാർക്കൊന്നും വരാതിരിക്കാനേ പറ്റില്ല എന്നർത്ഥം. എന്നിട്ടോ ആ ഒരു ആഹ്വാനത്തിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും വന്നില്ല. എന്നുവെച്ചാൽ ആഹൃതമഭൂത് തത്ര സ്ഖലിതം വാ ന കിഞ്ചന. ആ ഒരു ചൊല്ലലുകളിൽ യാതൊരു പിഴവും തെറ്റിദ്ധാരണകളും ഉണ്ടായില്ല. മന്ത്രം ഉച്ചരിക്കുക എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാവണം യാഗത്തിൽ. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഒരു പിഴവും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കൃത്യമായിട്ട് വരികയും ചെയ്യും. അതാണ് എന്നുവെച്ചാൽ ആഹൃതമഭൂത് തത്ര സ്ഖലിതം. ആരും ചൊല്ലുമ്പോഴും, അവിടെ ഏതൊക്കെ ഋഷീശ്വരന്മാരും ബ്രാഹ്മണരും ഉണ്ടായിരുന്നോ അവരൊക്കെ ചൊല്ലുമ്പോഴും യാതൊരു തെറ്റും ഉണ്ടായില്ല. അതുകൊണ്ട് ദൃശ്യതേ ബ്രഹ്മവത്സർവം ക്ഷേമയുക്തം ഹി ചക്രിരേ.
എല്ലാ ഋഷീശ്വരന്മാരും ക്ഷേമം വരാൻ വേണ്ടിയിട്ട് വളരെ മംഗളകരമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ആ ഒരു യാഗസമയത്ത് ലോകം മുഴുവനും അല്ലെങ്കിൽ ആ യാഗത്തിൻ്റെ ആ സന്നിധി മുഴുവനും തന്നെ ഭഗവാന്റെ സാന്നിധ്യം പരബ്രഹ്മത്തിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായതുപോലെ തോന്നി. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി തെറ്റുകൂടാതെയാണ് മന്ത്രോച്ചാരണവും കർമ്മങ്ങളും ഉണ്ടായത് എന്നാണ് കവി ഇവിടെ എടുത്തു പറയണത്. നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. നദേഷ്വഹസ്സു ശ്രാന്തോ വാ ക്ഷുധിതോ വാ ന ദൃശ്യത്തെ ന വിദ്വാൻ ബ്രാഹ്മണ കശ്ചിന്നാശതാനുചരസ്തഥാ. അങ്ങനെ അത്ര കൃത്യമായിട്ട് യാഗകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുമ്പോൾ ഭക്ഷണം വേണ്ടതുപോലെ കിട്ടില്ല, വെള്ളം വേണ്ടതുപോലെ കിട്ടില്ല, വിശ്രമം വേണ്ടതുപോലെ കിട്ടില്ല. എന്നാലും ഒരൊറ്റ ആൾക്കും ഒരു ക്ഷീണം ഉണ്ടായില്ല. അതാണ് ഇവിടെ പറയണത്. തേഷു അഹസ്സു, ആ പകല് മുഴുവനും നീണ്ടു നിൽക്കുന്നതായ, രാത്രിയും പകലും ഒക്കെ ഉണ്ടാവുമായിരിക്കും, അങ്ങനെ വളരെയധികം ദൈർഘ്യമുള്ളതായിട്ടുള്ള ഓരോ കർമ്മങ്ങളിലും ബ്രാഹ്മണരാരും തന്നെ എങ്ങനെയായില്ല? ന ശ്രാന്ത, ആർക്കും ക്ഷീണം വന്നതായിട്ട് തോന്നിയില്ല. ന ക്ഷുധിത, ആർക്കും വിശപ്പ് വന്നതായിട്ടും തോന്നിയില്ല. ന ശ്രാന്ത ദൃശ്യതേ ന ക്ഷുധിത വാന്ന ദൃശ്യതേ. അതുപോലെ അതിന് പങ്കെടുത്ത ഒരൊറ്റ ബ്രാഹ്മണൻ പോലും പണ്ഡിതനല്ലാത്തവനുണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല അറിവുള്ളവരായിരുന്നു. തെറ്റി ആരും ഒന്നും ചൊല്ലിയിരുന്നില്ല. അവിദ്വാനായിട്ടുള്ളൊരു ബ്രാഹ്മണനുണ്ടായിരുന്നില്ല. ആ ശതാനുചര, ശതാനുചരൻ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ശിഷ്യന്മാർ കൂടെ നടക്കുന്നവർ, അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരുന്നില്ല. അശതാനുചര ന കശ്ചിത് ന ആസീത്. ശതാനുചരന്മാരായിട്ടുള്ള ബ്രാഹ്മണർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബ്രാഹ്മണന് തന്നെ 100 കണക്കിന് ശിഷ്യന്മാർ. അങ്ങനെ എത്രയോ ബ്രാഹ്മണർ വന്നു, അവർക്കെല്ലാവർക്കും ധാരാളം അനവധി ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ ആ യാഗത്തിൻ്റെ പല പല കർമ്മങ്ങളിലും പങ്കെടുത്തിരുന്നുള്ളൂ എന്നർത്ഥം. നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. ബ്രാഹ്മണാ ഭുഞ്ജതേ നിത്യം നാഥവന്തശ്ച ഭുഞ്ജതേ താപസാ ഭുഞ്ജതേ ചാപി ശ്രമണാശ്ചൈവ ഭുഞ്ജതേ. ഇനി യാഗസമയത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വല്ല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അവിടെ ഇന്നന്ന ആൾക്കാരെ കഴിക്കാവൂ, ഇന്നന്ന ആൾക്കാരെ പങ്കെടുക്കാവൂ, അങ്ങനെ യാതൊരു നിയമം ഉണ്ടായിരുന്നില്ല. അതാണ് നിത്യം ബ്രാഹ്മണാഹ ഭുഞ്ജതേ. എല്ലാ ദിവസവും തന്നെ ബ്രാഹ്മണർ ധാരാളമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കേണ്ടായി. അതുപോലെ തന്നെ നാഥവന്തശ്ച ഭുഞ്ജതേ, അതായത് അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ ഭക്ഷണം കഴിച്ചു. നാഥവന്ത എന്ന് വെച്ചാൽ നാഥന്മാരുള്ളവർ, അവിടെ അനാഥർ മാത്രമേ ഭക്ഷണം കഴിക്കാൻ വരാവൂ, അങ്ങനെയൊന്നും നിയമം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ കഴിച്ചു, നാഥന്മാരുള്ളവർ കഴിച്ചു, താപസന്മാർ ഭക്ഷിച്ചു, ശ്രമണന്മാർ, ബുദ്ധൻ്റെ അനുയായികളെയാണ് ശ്രമണന്മാരെന്ന് പറയണത്, അവരും വന്ന് കഴിച്ചു. ഇവിടെ നാഥവന്ത എന്നുള്ളത് കൊണ്ട്, നാഥന്മാരുള്ളവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥം കൂടിയാവാം. യജമാനന്മാർ, അതായത് ചില ആൾക്കാർക്ക് അധിപതികൾ ഉണ്ടാവും, കീഴാളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. എങ്കിലും അർത്ഥം പറയുമ്പോൾ ചില ആൾക്കാർ ചിലരുടെ സ്വന്തമായിരുന്നുല്ലോ, അത് അങ്ങനെയാണ്. ഇന്ന ആളുടെ ആൾക്കാർ, അടിയാളന്മാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, അവരെ ആയിരിക്കണം നാഥവന്ത എന്ന് വിളിക്കുന്നത്. അവരും ഭക്ഷണം കഴിച്ചു, ബ്രാഹ്മണരും ഭക്ഷണം കഴിച്ചു, താപസന്മാരും കഴിച്ചു, ബുദ്ധൻ്റെ അനുയായികൾ ബൗദ്ധന്മാരും ഭക്ഷണം കഴിച്ചു. അതിനൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇന്ന ആൾക്കാർക്ക് ഭക്ഷണമുണ്ട്, ഇന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഒരു വേർതിരിവും അവിടെ ഉണ്ടായില്ല. 13ാമത്തെ ശ്ലോകം ഏതാണ്ട് ഇതേപോലെ തന്നെ. വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീബാലാശ്ച തഥൈവ ച അനിശം ഭുജ്യമാനാനാം ന തൃപ്തിരുപലഭ്യതേ. അവിടെ വൃദ്ധന്മാർ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. രോഗബാധിതരായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവരും ഈ യാഗവേദിയിലേക്ക്, യാഗം എവിടെയാണോ നടക്കുന്നത് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. സ്ത്രീകൾ വന്നിരുന്നു, ബാലന്മാർ വന്നിരുന്നു. ഇവരെയൊക്കെ സാധാരണഗതിയിൽ ഒന്നിനും കൂട്ടാത്തവരാണ്, ഒഴിവാക്കപ്പെടുന്നവരാണ്. സ്ത്രീകൾ, വ്യാധിതർ, ബാലകന്മാർ, വൃദ്ധന്മാർ, അവരെയൊന്നും പൊതുവെ ഒന്നിനും കൂട്ടാറില്ല. തെറ്റായിട്ടുള്ള കർമ്മമാണ്. എന്നാലും അവരെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നവരാണ്. അവരൊക്കെ ഈ യാഗത്തിന് സംബന്ധിക്കാൻ വന്നു. എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അനിശം ഭുഞ്ജമാനാനാം, 3 നേരമോ 4 നേരമോ ഒക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക്
എന്നാലും ന തൃപ്തിരുപലഭ്യത, അവർക്ക് തൃപ്തിയൊന്നും തോന്നിയില്ല. അതായത് മതിയായി, ഇനി നാളത്തോടു കൂടി ഞാൻ വരുന്നില്ല, അങ്ങനെയൊന്നും ആരും വിചാരിച്ചില്ല. ഇന്നത്തെ ഭക്ഷണം കഴിച്ചു, വളരെയധികം സന്തോഷത്തോടു കൂടി പോയി. പിറ്റേന്നും ഇതേ ആൾക്കാരൊക്കെ തന്നെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അവരെയൊന്നും തടയാനും ആരും ഉണ്ടായിരുന്നില്ല, അരുതെന്ന് പറയേണ്ട ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സമൃദ്ധമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു യാഗവേളയിൽ എന്നർത്ഥം. 14ാമത്തെ ശ്ലോകം നോക്കാം. ദീയതാം ദീയതാമന്നം വാസാംസി വിവിധാനി ച ഇതി സഞ്ചോദിതാസ്തത്ര തഥാ ചക്രുരനേകശ. അവിടെ കേൾക്കാനുണ്ടായിരുന്ന ഒരു ഒറ്റ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ, ധാരാളം ഭക്ഷണം കൊടുക്കൂ, ധാരാളം വസ്ത്രം കൊടുക്കൂ, ദാനം ചെയ്യൂ എന്ന്. അതാണ് ദീയതാം ദീയതാം അന്നം, അന്നം ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കൂ, യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം. അതുപോലെ വിവിധാനി വാസാംസി ച ദീയതാം, ധാരാളം വസ്ത്രങ്ങൾ, അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അനവധി വസ്ത്രങ്ങളും ദാനം ചെയ്തോളൂ. എല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. അവിടെ ബ്രാഹ്മണര്, താപസര്, ബൗദ്ധന്മാര്, കീഴാളന്മാർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ ആവശ്യമുള്ളവർക്ക് വസ്ത്രങ്ങളും കൊടുക്കണം എന്ന് പറയാണ്. ഇതി സഞ്ചോദിതാസ്തത്ര തഥാ ചക്രുരനേകശ. അങ്ങനെ ധാരാളം ബ്രാഹ്മണർ ഇത്തരം കർമ്മങ്ങൾക്ക് ആ കർമ്മകാരന്മാരെ വേണ്ടതിലധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദാനം വളരെ ഭംഗിയായിട്ട് മുറയ്ക്ക് നന്നായി നടന്നിരുന്നു. ഭക്ഷണവും ദാനം ചെയ്തു, വസ്ത്രവും ദാനം ചെയ്തു എന്നർത്ഥം. എന്നിട്ട് 15ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അന്നകൂടാശ്ച ദൃശ്യന്തേ ബഹവഃ പർവ്വതോപമാ ദിവസേ ദിവസേ തത്ര സിദ്ധസ്യ വിധിവത്തദാ. അവിടെ അന്നം കൊടുക്കുന്തോറും കുറഞ്ഞു വരികയല്ല ഉണ്ടായത്, കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. ഏതുപോലെയായിരുന്നു? പർവ്വതം പോലെയായിരുന്നു. അതാണ് പറയണത്. തത്ര, ആ യാഗസ്ഥലത്ത് അന്നകൂടാഹ പർവ്വതോപമാഹ ബഹവ അന്നകൂടാഹ ദൃശ്യന്തേ. ഈ ചോറ് അല്ലെങ്കിൽ മറ്റെന്ത് ഭക്ഷണ സാധനങ്ങളായാലും, കറികളായാലും ചോറായാലും ഗോതമ്പായാലും എന്താ അവർ ഭക്ഷിക്കണമെന്ന് വെച്ചാൽ ആ സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയാണ് ഇട്ടിരുന്നത്. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ വലിയ കലങ്ങളിലോ വലിയ ചരക്കുകളിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് വരണത്. ഏതായാലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ വലിയ വലിയ പർവ്വതങ്ങൾ പോലെ കൂട്ടിയിട്ടിരുന്നു. പർവ്വതോപമാഹ അന്നകൂടാഹ, അന്നത്തിൻ്റെ ഗിരിശൃംഗങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് അവിടെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് ദിവസേ ദിവസേ തത്ര സിദ്ധസ്യ വിധിവത്തത്, ഓരോ ദിവസവും ധാരാളം അന്നം കിട്ടുകയും, അതായത് സംസ്കരിക്കപ്പെടാത്ത ഭക്ഷണ സാധനങ്ങൾ, പച്ചക്കറികളായാലും അതുപോലെ അരിയായാലും ഗോതമ്പായാലും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും ധാരാളം കൊടുക്കുകയും ചെയ്തു. കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആഹ്വയാം ചക്രിരേ തത്ര ചക്രാദീൻ വിബുധോത്തമാൻ ഋഷ്യശൃംഗാദയോ മന്ത്രൈ ശിക്ഷാക്ഷര സമന്വിതൈ ഗീതിഭിർമധുരൈ സ്നിഗ്ധൈർമന്ത്രാഹ്വാനൈര്യഥാർഹത ഹോദാരോദുരാവാഹ്യ ഹവിർഭാഗാൻ ദിവൗകസാം ന ചാഹൃതമഭൂത്തത്ര സ്ഖലിതം വാ ന കിഞ്ചന ദൃശ്യതേ ബ്രഹ്മവത് സർവം ക്ഷേമയുക്തം ഹി ചക്രിരേ ന തേഷ്വഹസ്സുശ്രാന്തോ വാ ക്ഷുധിതോ വാ ന ദൃശ്യതേ ന വിദ്വാൻ ബ്രാഹ്മണ കശ്ചിന്നാശതാനുചരസ്തഥാ ബ്രാഹ്മണാ ഭുഞ്ജതേ നിത്യം നാഥവന്തശ്ച ഭുഞ്ജതേ താപസാ ഭുഞ്ജതേ ചാപി ശ്രമണാശ്ചൈവ ഭുഞ്ജതേ വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീബാലാശ്ച തഥൈവ ച അനിശം ഭുഞ്ജമാനാനാം ന തൃപ്തിരുപലഭ്യതേ ദീയതാം ദീയതാമന്നം വാസാംസി വിവിധാനി ച ഇതി സഞ്ചോദിതാസ്തത്ര തഥാ ചക്രുരനേകശ അന്നകൂടാശ്ച ദൃശ്യന്തേ ബഹവഃ പർവ്വതോപമാഃ ദിവസേ ദിവസേ തത്ര സിദ്ധസ്യ വിധിവത്തദാ. അങ്ങനെ യാഗം നടക്കണതിൻ്റെ ഒപ്പം തന്നെ ദാനം വളരെ ഭംഗിയായിട്ട് മറുവശത്തു കൂടി ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ പറയണത്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.